ഹായ്. ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കാടും മലയൊക്കെ കയറി ഇറങ്ങാമെന്ന് വെച്ചു. വെറുതെ അല്ല കേട്ടോ, ചെറിയൊരു കാര്യമുണ്ടേ. ഞങ്ങൾ ഗ്രൂപ്പിൽ ഇതുവരെ കൈകൊട്ടിക്കളി മാത്രമായിരുന്നു കുറച്ച് നാളത്തേക്ക് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഞങ്ങൾ ചെറിയൊരു തുടക്കം കൂടെ വെച്ചേക്കുവാണ്. പിന്നൽ തിരുവാതിരയും കോലാട്ടം കൂടി. അപ്പം അതിൻ്റെ അരങ്ങേറ്റം കേട്ടോ ഇന്ന്. അതിന് വേണ്ടി കുറച്ച് മുളയും കമ്പൊക്കെ വേണം, അതിന് വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ മുള തപ്പിയുള്ള പോക്കാണ് ഈ കാണുന്നത്. അമ്മ പറഞ്ഞു അടുത്തൊരു പറമ്പിലുണ്ട്, കുറേ നമുക്ക് അവിടെ പോയി നോക്കാം. ചെന്ന് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ മുളയുണ്ട് കേട്ടോ. അത് അടുത്ത വീട്ടിലൊരു ചേട്ടൻ്റെ ആവശ്യം, ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും ഇല്ലേ. കണ്ടപ്പോൾ ഇഷ്ടം പോലെ മുളയുണ്ട്, ഇതിൽ ഏത് വെട്ടണം എന്നായിപ്പോയി. അപ്പോൾ ചെറിയ മുള നോക്കിയിട്ട്, വലിയ മൂക്കാത്ത മുള നോക്കിയിട്ടാണ് ഞങ്ങൾ വെട്ടിയത്. അങ്ങനെ മുളയൊക്കെ വെട്ടി അമ്മ വെട്ടി തന്നു താഴേന്ന്. ഞാനതെല്ലാം വലിച്ച് മേലെയാക്കി. അപ്പോൾ എൻ്റെ കൂടെ കുഞ്ഞുമണിയുണ്ട്, പിന്നെ ദിയയുണ്ട്, കുട്ടിയുണ്ട്. ഞങ്ങൾ 3 പേരും 4 പേരും അമ്മയും കൂടിയാണ് പോയത്. ഇവിടെയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത പറമ്പാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അമ്മ അവിടുന്ന് വെട്ടി തന്നു, ഞാനും അവിടുന്ന് ഇങ്ങനെ വലിക്കലുണ്ട് കേട്ടോ. ഇങ്ങനെ ഇട കൂടി കെട്ട് പിണഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വലിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എല്ലാം കൂടെ വലിച്ച് വാരി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ വീഴാൻ പോയപ്പോൾ അവളുമാർ മേലെ നിന്നിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അമ്മയും ഞാനൊക്കെ ചിരിച്ചതേ. അപ്പം മുള 2-3 വെട്ടിയേ. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് വീണ്ടും 2 വെട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ വീണ്ടും ഇറങ്ങി പോകുന്നുണ്ട്. ഞാനും അപ്പുറമേ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് എന്നെ എന്തൊക്കെയോ കടിച്ചേ. കുഞ്ഞുമണീൻ്റെ വീഡിയോ എടുക്കാൻ നേരത്തെ അവൾക്ക് നാളായിട്ടാണ് മുഖം മറിച്ചു കേട്ടോ. ഇതാട്ടോ കുട്ടി. പിന്നെ ഞാനും അമ്മയുടെ പുറകെ ഇറങ്ങി പോവുകയാണേ. ഇതൊരു തോടാട്ടോ. ഈ തോട്ടിൽ മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും. ഇപ്പോൾ വെള്ളമൊന്നുമില്ലേ. അപ്പോൾ അമ്മ മുള അവിടെ നിന്നിട്ട് വെട്ടുന്നുണ്ട്. ഞാൻ കുറേ നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അവരോടും വർത്താനം പറഞ്ഞ് കുറേ നേരം കാടിൻ്റെയൊക്കെ ഭംഗി ആസ്വദിച്ചാൽ നടന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് എന്നെ എന്തൊക്കെയോ കടിക്കുന്നുണ്ട്, കൊതുകും അതും ഇതൊക്കെ ആയിട്ട്. അങ്ങനെ മുളയൊക്കെ വെട്ടി കളഞ്ഞു കേട്ടോ. കഴിഞ്ഞു കേട്ടോ, സോറിയേ. അപ്പം മുളയൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയറി പോവുകയാണേ. കുഞ്ഞുമണി എന്നോട് പറഞ്ഞു ചേച്ചി തന്നെ ഫ്രണ്ടിൽ കയറിപ്പോക്കോ, ഇതും കൊണ്ട് ഞങ്ങൾ കയറിപ്പോയി കഴിഞ്ഞാൽ ഞങ്ങൾ താഴോട്ട് തന്നെ വരുമെന്ന്. കാരണം അതുപോലത്തെ ഒരു സ്ഥലമാണ്. മേലോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ താഴോട്ട് തന്നെ ഊർന്നു വരുന്ന പോലത്തെ. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഞാൻ തന്നെ അങ്ങ് മുന്നേ പോയേക്കാം. അതുകൊണ്ട് ഞാൻ വടിയും പത്തലൊക്കെ പിടിച്ച് മുന്നേ പോകുന്നുണ്ട് കേട്ടോ. കുഞ്ഞുമണിക്ക് പേടിയായിട്ട് അമ്മ വന്നപ്പോൾ അമ്മയുടെ കയ്യിലേക്ക് അവൾ കൊടുത്തു കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടി മുളയും പിടിച്ചുകൊണ്ട് കയറി പോവുകയാണേ. മേലെ വലിയ റബ്ബർ തോട്ടം കേട്ടോ. ഇഷ്ടം പോലെ റബ്ബറും ഉണ്ട്, അതുപോലെ തന്നെ കാടും ഉണ്ട്. മുളയൊക്കെ ആയിട്ട് മേലെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മറന്നുപോയേ. ഞങ്ങൾ ആദ്യമേ ചെന്നപ്പോഴേ ഒരു പാള കണ്ടു വെച്ചായിരുന്നു, അതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേലെ കയറിയിട്ട് ദിയ വീണ്ടും എടുക്കാൻ വേണ്ടി അത് പോയതാണ്. അപ്പോൾ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൾ ചിരിക്കുന്നു കേട്ടോ. അവിടെ കിടന്ന് കുറേ നേരം ചിരിച്ചു, ഞങ്ങളും അതിനൊപ്പം ചിരിച്ചു. അപ്പോൾ കുഞ്ഞുമണി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചിരിക്കുന്ന കേട്ടോ. കുട്ടിയോട് കൂട്ടാൻ വേണ്ടി വരാൻ പറയുന്നതാണ്. അപ്പോൾ കുട്ടി പോയിട്ടുണ്ട് കേട്ടോ ദിയനെ വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ട്. രണ്ടും കൂടി താഴെ കിടക്കുമോ എന്തോ. അപ്പോൾ 2 പേരും മേലെ വന്നിട്ടുണ്ട്. അങ്ങനെ മുളയും പാളയും എല്ലാം ആയിട്ട് ഞങ്ങളിനി വീട്ടിലേക്ക് പോവാം കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് ഇഷ്ടം പോലെ പണിയുണ്ട്. ഈ മുളയെല്ലാം മുറിച്ച് കുറേ സെറ്റാക്കാനുണ്ട്. ഇതാട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴി. നല്ല രസമാണ് റബ്ബർത്തോട്ടമൊക്കെ ആയിട്ട്. അങ്ങനെ പാളയൊക്കെ ആയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ നന്ദൂട്ടിയുണ്ട്. നന്ദുവിനെ പാള വലിക്കുന്ന കേട്ടോ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും തോന്നി. അങ്ങനെ ഞാനും കുറച്ച് നേരം കയറിയിരുന്നു. ദിയ എന്നെ വലിക്കുകയും ചെയ്തേ. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ചയായി കേട്ടോ. വീട്ടിൽ ചെന്ന് പണികളെല്ലാം തീർത്തു, മുളയൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ഇതെൻ്റെ മേമേൻ്റെ വീടാണ്. അപ്പോൾ ഞങ്ങൾ മേമേൻ്റെ വീട്ടിലാണ് ഒരുങ്ങാൻ വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും റെഡി ആവുന്നത്. ഇവിടെ വീട്ടിൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മേമേൻ്റെ വീട്ടിൽ വന്നിട്ടാണ് റെഡി ആവുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരും. ഇതാട്ടോ തിരുവാതിരക്കാർ. അവരോരോരുത്തരായിട്ട് റെഡിയാവും. അപ്പം ദിയ അവരുടെ മുടിയെല്ലാം കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുഞ്ഞുമണി വീഡിയോ എടുക്കുന്നുണ്ട്. കല്ലു, ഇതാട്ടോ ഞങ്ങളുടെ കല്ലു. ഇത് ഞങ്ങളുടെ അവന്തികയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാവുന്ന തിരക്കിലാട്ടോ. ഞാൻ ഏതോ ഒരു മൂലയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാട്ടോ മേമ എന്ന് പറഞ്ഞത്. ഇതാണ് ഞങ്ങളുടെ മേമ. അപ്പോൾ മേമേൻ്റെ വീട്ടിലാണ് ഇപ്പോൾ റെഡിയാവാൻ വന്നിട്ടുള്ളത്. ഇത് രമി ചേച്ചി. ഇനിയും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ. അനീഷ് ചേച്ചി ഉണ്ട്, അനീഷ് ചേച്ചി മിസ്സായെന്ന് തോന്നുന്നു. ഇത് പാറു. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവർ ഒളിച്ച് നിൽക്കുന്നതാണ്. അങ്ങനെ മുടിയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം 6 മണിയാകുമ്പോൾ അവിടെ എത്തണം. തിരുവാതിര ആയതുകൊണ്ട് അതിൻ്റെ നൂലാമാലകളൊക്കെ കെട്ടി വെക്കണം എന്ന് നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. ചരടും അതും സാധനങ്ങളൊക്കെ സ്റ്റേജിൽ നേരത്തെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ എല്ലാം കെട്ടി വെക്കണം. അത് കഴിഞ്ഞ് കെട്ട സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പം റെഡിയൊക്കെ ആയി. ഞങ്ങളുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കലാണ്.
ഞാനിതാ മുന്നേ പോകുന്നുണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഡോറും തുറക്കാൻ പറ്റുന്നില്ല. വീഡിയോ എടുക്കാൻ നിന്നതാണ് വലിയ കാര്യത്തിന്. വണ്ടിയുടെ ഡോറും തുറക്കുന്നില്ല. ചെമ്മിപ്പോയി. അതിന് വേണ്ടിയിട്ട് കിടന്ന് ചിരിക്കുന്നതാണേ, ഡോറ് തുറക്കാൻ പറ്റാത്തതിന്. അങ്ങനെ ഡോറൊക്കെ തുറന്ന് എല്ലാവരും കയറി. അപ്പോൾ ഞങ്ങളൊന്ന് അരങ്ങേറിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ബേക്കിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടോ, പച്ചയും മഞ്ഞയും സാരി, അതാട്ടെ ഞങ്ങളുടെ കോലാട്ടത്തിൻ്റെ കുട്ടികൾ. കോലാട്ടത്തിലിനി 5 ബോയ്സും കൂടി ഉണ്ട് കേട്ടോ വരാൻ. അപ്പോൾ അവർ വേറെ സ്റ്റോപ്പിൽ നിന്നാണ് കയറുക. പോകുന്ന വഴിക്ക് അവരെയും നമ്മുടെ കൂടെ കൂട്ടണം. അപ്പോൾ അവരെ അവിടെ നിന്ന് കൂട്ടിയിട്ട് വേണം പോകാൻ. ഞങ്ങളിന്ന് അരങ്ങേറ്റം നടത്തുന്നത് ശ്രീ മുണ്ടയവറമ്പ് അമ്മയുടെ മുന്നിലാട്ടോ. അപ്പം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് അമ്മേൻ്റെ മുന്നിൽ തന്നെ അരങ്ങേറ്റം നടത്താൻ പറ്റിയത്. അപ്പം അതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ, ബോയ്സും എല്ലാവരും നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ എല്ലാവരും കൂടി അങ്ങോട്ട് പോകുക കേട്ടോ. ഞാൻ മുന്നിരിപ്പുണ്ട്. ചേട്ടായി ആണെങ്കിൽ വേറെ വണ്ടിക്കാണ് വരുന്നത്. എല്ലാവരും കൂടി ഒരു വണ്ടിയിലാവില്ലാത്തതുകൊണ്ട് ചേട്ടായി വേറെ വണ്ടിക്കാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക കേട്ടോ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. കുറേ ഡാൻസിനുള്ള കുട്ടികൾ റെഡിയായി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെയും പരിപാടി പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നല്ല ടെൻഷനിലാണ്. ആദ്യമായിട്ട് കളിക്കുന്നതല്ലേ, പിന്നൽ തിരുവാതിരയല്ലേ, എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ കുടുങ്ങിപ്പോയാൽ എല്ലാവരും കൂടി അവിടെ കുടുങ്ങി നിൽക്കുമല്ലോ, എങ്ങനെ അഴിച്ചു വരുമോ എന്നൊക്കെ ഒരു ടെൻഷനിലാട്ടോ. അപ്പോൾ മേമ തന്നെ ആദ്യം എനിക്ക് ദക്ഷിണ തരുന്നുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ചിരിച്ച് നിന്നതാണ്. വീഡിയോ എടുക്കാമെന്ന് ഞാൻ അറിഞ്ഞിട്ടും കൂടിയില്ല. അപ്പോൾ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ആളുകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ വലിയ സന്തോഷം. പിന്നെ അരങ്ങേറ്റം കൂടിയല്ലേ, എനിക്കും ടെൻഷനുണ്ട് കേട്ടോ ചെറുതായിട്ട്. കാരണം എന്താവും എന്നൊന്നും അറിയില്ലല്ലോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആദ്യം ഞങ്ങളുടെ തിരുവാതിര സ്റ്റേജിൽ അരങ്ങേറി കേട്ടോ. അങ്ങനെ തിരുവാതിര കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഞങ്ങളുടെ കോലാട്ടം കൂടെ തന്നെ കളിക്കാൻ കയറി കേട്ടോ. അപ്പോൾ അവരുടെ അരങ്ങേറ്റം കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ അവർ കളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തിരുവാതിര ആണെങ്കിലും കോലാട്ടം ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് അരങ്ങേറ്റം നടത്തി. ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചു. പക്ഷെ അവർ നല്ല സൂപ്പറായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്ത് നല്ല രീതിയിൽ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അരങ്ങേറ്റം എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. അവിടെ ചോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വരുത്താട്ടോ. ഇത് അങ്ങോട്ട് പോയപ്പോൾ ആർക്കും ഒരു എനർജി ഉണ്ടായിരുന്നില്ല, പേടിച്ചിട്ടായിരുന്നേ. പക്ഷെ തിരിച്ച് വന്നപ്പോൾ ഒരു ബസ് തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്. പക്ഷെ വേഗം സ്ഥലം എത്തി. അതാണ് എല്ലാവരുടെയും പരാതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം കേട്ടോ. ഓക്കെ, ബൈ.